വയനാട് അമരക്കുനിയിലേക്കാണ്. അവിടെ കഴിഞ്ഞ ദിവസം തന്നെ കുങ്കിയാനകളെയൊക്കെ എത്തിച്ചുള്ള തിരച്ചിൽ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം എന്താണെങ്കിലും മേഖലയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം അമരക്കുനിക്കും ദേവർ ഗദ്ദയ്ക്കും സമീപം കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കടുവയ്ക്കായി വനം വകുപ്പിന്റെ ടീമുകൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളാകെ വലിയ ആശങ്കയിലാണുള്ളത്. അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ടത് അടിയന്തരമായി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് കൂടുതൽ കയറാത്തവരുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് പിടിക്കാനുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 6ാമത്തെ ദിവസമാണ് ഇന്ന്. കടുവ അമരക്കുനിയിൽ നിന്ന് മാറി ഇപ്പോൾ തൂപ്ര ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ തന്നെ നടപ്പിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഉള്ളത്. രതീഷ് വാസുദേവനുണ്ട് വയനാട്ടിൽ നിന്ന്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കടുവ അമരക്കുനിക്കാരുടെ ഈ മനസമാധാനം കളഞ്ഞിട്ടുണ്ട്. ഈ വനം വകുപ്പ് സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് കടുവയുടെ സാന്നിധ്യം ഉറച്ചതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയാണ്? എത്ര സംഘങ്ങളായാണ്? ഇന്നെങ്കിലും കടുവയെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ വനം വകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ടോ? വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ. 6 ദിവസമായി ഇന്നത്തേക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് തുടർച്ചയായിട്ട് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കുങ്കിയാനകളെ ഒക്കെ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത്. ഈ പ്രദേശത്തെ നിരവധി തോട്ടങ്ങൾ വനസമാനമായ രീതിയിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വനത്തിലേക്കാൾ ദുഷ്കരമാണ് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഈ സാന്നിധ്യം കണ്ടെത്താനൊക്കെയുള്ള വലിയ പ്രയാസമുള്ളത്. ഇപ്പോ ഈ അമരക്കുനിക്ക് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ദേവർഗദ്ദ ചീപ്ര ഭാഗത്താണ് ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ചില സൂചനകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തൊക്കെ കൂടുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ കടുവ ആ കെണിയിലൊന്നും കുടുങ്ങിയിട്ടില്ല. എന്തായാലും ഈ കടുവയെ കണ്ടെത്തുക എന്നത് ദുഷ്കരമാണ്. അതുപോലെ തന്നെ ആ കണ്ടെത്തിയാൽ തന്നെ മയക്കുവെടി വെക്കുക, അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുക എന്നതും വളരെ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി തന്നെയാണ് വനം വകുപ്പിന്റെ പ്രത്യേക സംഘം, RRTയുടെ 10 അംഗ സംഘമാണ് ഈ പ്രദേശത്ത് ഡോക്ടർ അരുൺ ശക്തിയുടെ നേതൃത്വത്തിലും DFO അജിത് രാമന്റെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ജാഗ്രതയോടെ പരിശോധന നടത്തുന്നത്. ഇന്നലെ രാത്രിയും പട്രോളിംഗ് ശക്തമായിരുന്നു. പുലർച്ചെയാണ് ഇത്തരത്തിൽ കടുവ ആടിനെ ആക്രമിച്ചു വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ദേവർഗദ്ദ ഭാഗത്ത് കടുവയുടെ തോട്ടങ്ങൾക്ക് കടുവയുടെ സാന്നിധ്യം വനവകുപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. രാവിലെ ഈ മൂടൽമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഏറെ നേരത്തെ ഉള്ള തെരച്ചിൽ ആരംഭിക്കാൻ കഴിയില്ല. എന്നാലും വളരെ പൊടുന്നനെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ്. കുങ്കിയാനകളുണ്ട്, അതുപോലെ തന്നെ പ്രത്യേക മയക്കുവെടി വിദഗ്ധ സംഘവും ആദ്യം ഈ പൈലറ്റ് സംഘവും പോയി ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. നാട്ടുകാർ ഈ രീതിയിൽ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ആശങ്ക അവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. സാധാരണ ഉപജീവനം പോലും ക്ഷീരമേഖലയാണ്. ഈ ക്ഷീരമേഖലയെ ഉപജീവനം തന്നെ തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുക, ഈ ജനങ്ങളെ ആശങ്ക അകറ്റുക എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. വനംവകുപ്പ് തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. കടുവ ഇറങ്ങിയാൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ തന്നെയാണ് കടുവയെ പിടികൂടാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും വനാതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഇതിന്റെ സാഹചര്യം അറിയാം. അതുകൊണ്ട് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി ശാസ്ത്രീയമായി തന്നെ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന് തന്നെയാണ്. ശരി രതീഷ്, എത്രയും വേഗം ആ കടുവയെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ ദൗത്യ സംഘത്തിന്. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ഈ വനവകുപ്പിനെ ഒരുപാട് ദൗത്യങ്ങളിൽ സഹായിച്ചിട്ടുള്ള 2 കുങ്കിയാനകൾ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. വിക്രമും കോന്നി സുരേന്ദ്രനും രണ്ടുപേരും ഒരുപാട് ദൗത്യങ്ങളിൽ വകുപ്പിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടു കൂടി വിവിധ സംഘങ്ങളായി മാറിയുള്ള വനം വകുപ്പിന്റെ പരിശോധന അത് ഇന്നെങ്കിലും ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാം.